ഇന്നലെ നമ്മളെ ആരിഫ് ഹുസൈനും ഡോക്ടർ വിഷ്ണു വാസുദേവും തമ്മിലുള്ളൊരു ചെറിയ ചെറിയ ഡയലോഗിൻ്റെ ക്ലിപ്പുകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ ആരിഫ് ഹുസൈന് ഈ നോമ്പെടുക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ടും ഡോക്ടർ വിഷ്ണു വാസുദേവ് രണ്ടുപേരും യുക്തിവാദികളാണ്. ഡോക്ടർ വിഷ്ണു വാസുദേവ് ഒരു യുക്തിവാദിയാണെന്ന് അംഗീകരിക്കാം, പക്ഷേ ആരിഫ് ഹുസൈനെ യുക്തിവാദിയെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. പലപ്പോഴും യുക്തമല്ലാതെ അയുക്തമായിട്ടുള്ള രീതിയിലാണ് പലപ്പോഴും പ്രതികരണങ്ങൾ ഉണ്ടാവാറുള്ളത്. നമ്മൾ KEN പോലത്തെ ഒരുപാട് യുക്തിവാദികളെ കാണാറുണ്ട്, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, വളരെ ബഹുമാനിക്കാറുണ്ട്, ആദരിക്കാറുണ്ട്. മനുഷ്യൻ്റെ രീതിയിൽ ആരിഫ് ഹുസൈനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും അദ്ദേഹം യുക്തമല്ലാത്ത രീതിയിലാണ് പ്രതികരിക്കാറുള്ളത് എന്ന് ഞാൻ പ്രത്യേകം പറയാണ്. അപ്പോൾ നോമ്പെടുക്കുന്നതിൻ്റെ ആരോഗ്യമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞങ്ങൾ നോമ്പെടുക്കുന്ന വ്യക്തിയോട് നിങ്ങൾ നോമ്പെടുക്കരുത് എന്നാണ് പറയേണ്ടത്. നോമ്പെടുക്കാൻ പറ്റാത്തൊരു കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും, ചില അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് നോമ്പെടുക്കാൻ പറ്റില്ല. ഞാനൊരു നോമ്പിൻ്റെ 45 വീഡിയോസ് ഓൾറെഡി ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ളത് കൊണ്ട് അതിങ്ങനെ ഡിലേ ആവുകയാണ്. അവിടെ തുടർന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യും. അപ്പോൾ നോമ്പെടുക്കുന്ന രോഗികൾക്ക് അത് ആരോഗ്യപരമായ രീതിയിൽ എങ്ങനെ എടുക്കാം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു ഡോക്ടർ ഉത്തരവാദിത്തമാണ്. അത് നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അല്ലാണ്ട് എല്ലാവരോടും എന്നാലും ചിലപ്പോൾ നമ്മളെ മൂത്രക്കല്ലൊക്കെ ഉള്ള രോഗികൾക്ക് നോമ്പെടുക്കണ്ട എന്നുള്ളത് അത് എന്താ പറയുക, വിശ്വാസപരമായി തന്നെ അവർക്ക് നോമ്പെടുക്കേണ്ട കാര്യമല്ല. അത് പ്രത്യേക ആരിഫ് ഹുസൈൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അതിനുള്ള എല്ലാ എക്സ്ക്യൂസും മതങ്ങളിലൊക്കെ ഉണ്ട്. ആ എക്സ്ക്യൂസിനെ അവഗണിക്കുന്ന രോഗികളുണ്ട്. അവരോട് പോലും നമ്മൾ ദേഷ്യത്തോടെ പെരുമാറില്ല. അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം ആരിഫ് സാഹിബെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. നിങ്ങളൊരു വ്യക്തി എന്ന നിലയിലും മനുഷ്യനെന്നിലും ആദരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെയും ബഹുമാനിക്കാൻ പഠിക്കണം. ഒരു യുക്തിവാദി എന്ന് പറയുമ്പം അവർ എന്താ പറയുക, പണ്ട് തലച്ച് ഒന്നിനോടുള്ള വൈരാഗ്യം മറ്റൊന്നിനോടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കാരണമാകുമ്പം പലപ്പോഴും ഈ വൈരാഗ്യമുള്ള മനസ്സുകൊണ്ടായിരിക്കും നമ്മളതിനെ എതിർക്കുക. മനസ്സിലായില്ല? ആ വൈരാഗ്യമുള്ള മനസ്സ് അവിടെ ഉണ്ടാവും. മനസ്സിലായോ? ആ ഒരു അവസ്ഥയാണ് പലപ്പോഴും ആരിഫ് ഹുസൈൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലൊക്കെ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഏതായാലും നോമ്പെടുക്കുന്നതിന് ഇപ്പോൾ ഞാൻ പറയാം, ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിങ് ഇന്നലെ അനുഷ്ഠിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിങ് ഒരു വൈകിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മുമ്പത്തെ ദിവസം ഞാൻ ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് എടുത്തു. അപ്പോൾ ശാസ്ത്രീയപരമായിട്ട് ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് എടുക്കാമെന്ന് പറയുമ്പോൾ ചിലർ പറയും അതിൽ വെള്ളം പെടുന്നുണ്ടല്ലോ എന്ന് പറയും. പക്ഷേ ഓക്കെ, വെള്ളം കുടിക്കാൻ ചിലപ്പം മതപരമായിട്ടുള്ള ഫാസ്റ്റിങ്ങിൽ പറ്റില്ലെങ്കിലും ആ പറ്റാത്തതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള സിസ്റ്റം നമുക്ക് പ്രപ്പോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് രാത്രി കുറച്ചുകൂടി നേരത്തെ, പിന്നെ ആരോഗ്യപരമായ രീതിയിൽ ആ ഫാസ്റ്റിംഗ് ഡ്യൂറേഷൻ എങ്ങനെ മാറ്റാം. ഉദാഹരണത്തിൽ ഇപ്പോൾ ഷുഗർ കട്ടിൻ്റെ ഒക്കെ ടൈമാണല്ലോ, ഷുഗർ കുറച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്നത് എങ്ങനെ, ഈ രീതിയിലുള്ള ആരോഗ്യ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് സാധ്യമാവും. അല്ലാണ്ട് ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ ഒന്നിനോടുള്ള വൈരാഗ്യം കൊണ്ട് അതിനങ്ങോട്ട് നഖശികാന്തം വിമർശിച്ച് പറയുന്നതിന് കാര്യമല്ല. ഇവിടെ യുക്തമായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടായത് ഡോക്ടർ വിഷ്ണു വാസുദേവിൻ്റെ ഡയലോഗുകൾ ഞാൻ ആ ഡിബേറ്റ് ഒന്ന് കേൾക്കുകയുണ്ടായി. അപ്പോൾ ആ ഡിബേറ്റ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഡോക്ടർ വിഷ്ണു ദേവസ്ഥ പറഞ്ഞത് തന്നെയാണ് എൻ്റെ സത്യം. ആരിഫ് ഭായ് ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഒന്നിനോടുള്ള വൈരാഗ്യം കൊണ്ട് മറ്റൊന്നിലേക്ക് ചേക്കേറുമ്പം നിങ്ങൾക്ക് മതം മാറുകയോ മതം എന്താക്കിയോ എന്നുള്ളത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അതൊരോ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. 10,000 മനുഷ്യന്മാർക്കും 10,000 മതവും 10,000 സംഘടനയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരാൾക്കും സിമിലറായിട്ട് ഒന്നും ഉണ്ടാവില്ല, എല്ലാവരും വ്യത്യസ്തരാണ്. മനുഷ്യൻ്റെ ഫിംഗർ പ്രിൻറ്റ് വ്യത്യസ്തമായതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെ വിശ്വാസം വ്യത്യസ്തമാണ്. അതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വളരെ ഒരുപാട് ആൾക്കാർക്ക് വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഒരുപാട് ആൾക്കാരുടെ ഒരു വിശ്വാസ സാധനത്തിലേക്കുള്ള കടന്നുകയറ്റാണ് നിങ്ങൾ ചെയ്തത്. എന്തായാലും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് യുക്തമായിട്ടൊരു യുക്തിവാദിയായിട്ട് നമ്മൾ KEN ഒക്കെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ വേണ്ടി പഠിച്ചെടുക്കേണ്ടതാണ് എല്ലാ സ്കില്ലുകളും. മനസ്സിലായില്ലേ? മറ്റു മനുഷ്യരെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള ഒരു ആർട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ്. ഓക്കെ.